It's like a heaven. Sawatika from Phuket. So today is day 3 of my Phuket trip. നല്ല മഴയാണ് പുറത്ത് കണ്ടോ, നല്ല മഴയാണ്. ഞാനിന്ന് ഫിഫി ഐലൻഡ് ടൂറാണ് പോകുന്നത്. അപ്പോൾ അവർ പറഞ്ഞനുസരിച്ച് വെള്ളം ചാടുന്നു. അവർ പറഞ്ഞനുസരിച്ച് ഫിഫി ഐലൻഡ് ഭാഗത്തൊന്നും ഈ ഒരു റെയിൻ ഇല്ല. പത്തോങ് സൈഡിലാണ് ഈ ഒരു റെയിൻ ഉള്ളത്. ഓ മൈ ഗോഡ്, സീ ഇതൊക്കെ കോട. നമ്മളിപ്പോ എത്തിക്കുന്നത് ഫിഫി ഐലൻഡ് ടൂറിലാണ്. ഐ വാസ് വെയർഡ് എ ബ്യൂട്ടിഫുൾ ഡ്രസ്. ആക്ച്വലി അത് എന്റെ വ്ളോഗിന്റെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ അതൊന്നും കണ്ടിട്ടുണ്ടാവും. ആഫ്റ്റർ ദാറ്റ് മഴ കൈസ് ഇവിടെ എന്റെ ഡ്രസ്സിന്റെ അടിഭാഗം ഫുള്ള് നനഞ്ഞു. ദെൻ ഐ ജസ്റ്റ് ചേഞ്ച് ടു മൈ ഷോർട്ട്സ് ആൻഡ് മൈ ടീഷർട്ട് ഗൈസ്. അതല്ലാണ്ട് പറ്റത്തില്ല. ഓ ഇത് ഭയങ്കര ഹെവി റെയിൻ ആയിരുന്നു. ഞാൻ ബോട്ടിലിരുന്നു. വെരി ഫ്യൂ ഇൻ ദ സെൻസ് വെരി ഫ്യൂ വീഡിയോസ് ഐ ഓൺലി ടുക്ക് ഇറ്റ് ബിക്കോസ് അത്രയ്ക്കും മഴയായിരുന്നു ഗൈസ്. ഐ വിൽ ഷോ യു ദ ബ്യൂട്ടിഫുൾ വ്യൂ ഇൻ ദ വേൾഡ്. ഐ തിങ്ക് സോ. സീ ഗൈസ്, ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. ബട്ട് ഐ വിൽ ഷോ യു ദ ബ്യൂട്ടിഫുൾ വ്യൂ. City lights are in the glass, leaving all the concrete. Guys, ഫിഫി ഐലൻഡ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ ഹെവൻ. മഴയും കൂടി ആയപ്പോൾ ഒന്നും പറയാല്ല, നത്തിങ് ടു സേ. ഇവിടെ നിന്ന് 12:45 വാച്ചിൽ ഫോൺ നോക്കണം. 12:35 ഇവിടെ നിന്ന് പോവാം. ഞങ്ങളുടെ ബോട്ട് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഭയങ്കര ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ഗൈസ്. പക്ഷെ നമ്മൾ ഈ സോളോ ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുത്തിട്ടാലും ഫോട്ടോ എടുത്തിട്ടാലും ആരും ഉണ്ടാവില്ല. നമ്മൾ തന്നെ നമ്മുടെ വീഡിയോയും ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കണം. ആ ഒരു പ്രശ്നം വെച്ച് എവറിത്തിങ് ഈസ് പെർഫെക്റ്റ്. പക്ഷെ ഞാൻ എൻ്റെ മാക്സിമം ചെയ്യും ഗൈസ്. ബീച്ചിൽ വേണമെങ്കിൽ നമുക്ക്. സോ ഗൈസ്, ഇവിടെ മഴയുണ്ട്. പക്ഷെ മഴയൊന്നും നമ്മൾ കെയർ ചെയ്യരുത്. കാര്യം നമ്മൾ ഒന്നാമത് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നേക്കാണ്. അപ്പോൾ മഴയൊന്നും നമ്മൾ നോക്കരുത്. നമ്മൾ ജസ്റ്റ് എൻജോയ് യുവർ ലൈഫ്. ഓക്കെ, കാര്യം ഇനി ഞാൻ ഇവിടെ വരുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ വരും കേട്ടോ. വേറെ കാര്യം, എസ്പെഷ്യലി ഫിഫി ഐലൻഡ് കുറേ മോഷൻ സിക്നെസ് ഒക്കെ ഉള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു ഇതിനകത്ത് വന്ന് ഒരു കുട്ടി വൊമിറ്റ് ചെയ്തു. സോ മോഷൻ സിക്നെസ് ഉള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇങ്ങനെ നല്ല ഹെവി റെയിൻ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്താ പറയാതെ ഇങ്ങനെ ചാടി ഇങ്ങനെ ഞാൻ ഇരുന്നോടത്ത് ഇങ്ങനെ ബൗൺസ് ചെയ്യായിരുന്നു ആക്ച്വലി. കാര്യം ഞാൻ അങ്ങനെ കുടിച്ച് ചാടുമായിരുന്നു. പിന്നെ എന്താ പറയാ, അവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു, എനിക്ക് തോന്നുന്നു എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു 30 മിനിറ്റ്സ് അടുത്ത് ഈ ഒരു ഐലൻഡിലേക്ക് വരാനുണ്ട്. മങ്കി ഐലൻഡിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇതുണ്ടായിരുന്നില്ല, എന്ത് മങ്കീസ് ഉണ്ടായിരുന്നില്ല. എന്തുണ്ടായിരുന്നില്ല, മങ്കീസ് ഉണ്ടായിരുന്നില്ല. കാര്യം ഈ ഒരു ക്ലൈമറ്റ് നല്ല ഭയങ്കര മഴയാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് മങ്കീസ് ഉണ്ടായിരുന്നില്ല. മങ്കീസൊക്കെ അവരെ വീട്ടിൽ കിടന്ന് ഉറങ്ങാമെന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. അപ്പം അതുകൊണ്ട് മങ്കീസിനൊന്നും കണ്ടില്ല. ക്ലിങ് സൗണ്ട് ആക്കണം. എൻ്റെ ചെരുപ്പ് ഉണ്ടോ, സി ചെരുപ്പിന്നാണ് ഈ സൗണ്ട് ആക്കുന്നത്. കണ്ടോ, നമുക്ക് റെഡ് ബാൻഡ് ഒക്കെ തന്നിട്ടുണ്ട്. ഇതിന്റെ കുറച്ചുപേർക്ക് റെഡ് കൊടുത്തിട്ടുണ്ട്, കുറച്ചുപേർക്ക് എല്ലാം കൊടുത്തേക്കും. ലഞ്ച് ബുഫേ ടൈമിലുള്ള ഡിഫറൻസ് എന്തെങ്കിലും ആയിരിക്കും തോന്നുന്നു. ആൻഡ് വാട്ട് എൽസ്, നല്ല മഴ കേട്ടോ. പിന്നെ പക്ഷെ ഈ ഒരു വ്യൂവിനാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്. അതന്നെ എൻജോയ് ചെയ്യാൻ വന്നു, ഒന്നും നോക്കാനില്ല. പിന്നെ മോഷൻ സിക്നസ് ഉള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഫിഫി ഐലൻഡിലെ ബോട്ട് ടൂർ. സ്പീഡ് ബോട്ടാണല്ലോ, ഭയങ്കര മഴയായതുകൊണ്ട് കുറച്ച് സീനായിരുന്നു ഗൈസ്. ഇതാണ് വഴി. ഈ വഴി ചെല്ലുന്നത് ബീച്ചിലേക്കാണ്. ഞാൻ ഇവിടെ നിന്നാണ് ആക്ച്വലി വന്നത്.
ഇപ്പം നമ്മളുള്ളത് മായാബേയിലാണ്. ഓ, നിങ്ങളെ ഞാൻ ഒരു സാധനം കാണിച്ചത്. ഐ വിൽ ഷോ യു വൺ തിങ് ഗൈസ്. ഈ ഒരു വ്യൂ, ഈ ഒരു കൊടുത്ത പൈസ വെറുത്താന്ന് പറഞ്ഞത് എൻ്റെ പൊന്നിടാ. ഇതെങ്ങനെ ഞാൻ പറയും എനിക്കറിയത്തില്ല. നിങ്ങൾ കാണണം. ഓക്കെ, സി നമ്മളിപ്പോൾ മായാബേ ബീച്ചിലാണ്. അങ്ങോട്ട് പോവാണ് ഞാൻ. ഇവിടെ ഇറങ്ങാൻ പാടില്ല എന്നെന്തോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു വ്യൂ നോക്ക് നിങ്ങൾ. സി ഈ ഒരു വ്യൂയിലൂടെയാണ് ഞാൻ നടന്നു വന്നത്. ശരിക്കും പറഞ്ഞല്ലോ, യു ഷുഡ് ഹാവ് ടു കം ഹിയർ എലോൺ. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും വേണമെങ്കിൽ ഒരാളെ കൊണ്ടുവരെ. അതർവൈസ് നിങ്ങൾ ഇവിടെ വന്ന് തന്നെ ഗൈസ്. അത്രയ്ക്കും അടിപൊളിയാണ്. തന്നെ വന്ന് നമ്മൾ ഫിഫി ഐലൻഡ് ടൂർ മിസ്സാക്കി. I'm so glad myself. അമ്പലമാണ് എന്താണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഈ ഒരു വ്യൂ സത്യം ഒന്നും പറയാനില്ല. മായാബേയിലാട്ടോ നമ്മൾ. മായാബേ ഇവിടെ നമ്മൾ ലഞ്ചാണ് തോന്നുന്നത്. കഴിക്കാൻ വേണ്ടി പോവാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇവിടെ ഇന്ന് മഴ ആയതുകൊണ്ട് ബോട്ട് കുറവാണ്. അപ്പം നമുക്ക് ഓൺ ടൈമിൽ എത്തിയില്ലെങ്കിൽ ബോട്ട് എടുത്തിട്ട് പോകും. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി. നല്ല വിഷമം. നല്ല വിഷമം. രാവിലെ അവിടെ നിന്ന് ഒരു ബ്രെഡും ഒരു ബ്ലാക്ക് കോഫിയും കുടിച്ചിട്ട് അറിയില്ല. ഏതാ ബോട്ടെന്ന് അറിയില്ല. ഗൈസ്, എൻ്റെ ഫസ്റ്റ് മാംഗോ സ്റ്റിക്കി റൈസാണ്. അതും നോർമൽ റേറ്റിനൊക്കെ ഡബിൾ റേറ്റ് കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് മേടിച്ചത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളുടെ ഇവർ ഓൾറെഡി ലഞ്ച് ഇൻക്ലൂഡഡ് ആയിരുന്നു. പക്ഷേ ഏതോ സ്ഥലത്ത് എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് സ്ഥലത്ത് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോയപ്പോഴാണ് ഇവർ ലഞ്ച് കൊടുത്തത്. അതുകൊണ്ട് ഞാൻ ലഞ്ച് കഴിച്ചില്ല. ലഞ്ച് എനിക്ക് മിസ്സായിപ്പോയി. ഞാൻ ഇപ്പോഴാണത് പക്ഷെ അറിയുന്നത്. അപ്പോൾ ഐ ജസ്റ്റ് ഗോയിങ് ടു ട്രൈ ദ വൈറൽ മാംഗോ സ്റ്റിക്കി റൈസ് ഫ്രം ഫിഫി ഐലൻഡ്. നമ്മളിത് ഇതാദ്യം ഒഴിക്കണം. സോ ലെറ്റ് മീ ട്രൈ മൈ ഫസ്റ്റ് ട്രൈ. ഞാനൊന്ന് ഫിനിഷ് ചെയ്തിടണം. അതിൻ്റെ കൂടെ ഒരു കോക്കനട്ട് ഷേക്ക്. ബട്ട് മാംഗോ സ്റ്റിക്കി റൈസ് ഒരു രക്ഷയില്ല ഗൈസ്. സീ എൻ്റെ വിഷമമുണ്ടായിരുന്നു. മാംഗോ സ്റ്റിക്കി റൈസ് ഫസ്റ്റ് കഴിക്കുമ്പോൾ നല്ല സ്ഥലത്ത് നിന്ന് കഴിക്കണമെന്നുണ്ടായിരുന്നു. ഇത് ഐലൻഡ് ആയതുകൊണ്ട് ഇതെങ്ങനെയാണെന്നൊക്കെ അറിയത്തില്ലല്ലോ. നമ്മൾ കേട്ടിട്ടില്ലേ, നെവർ ജഡ്ജ് ബൈ എ കവർ. അതേപോലെ എന്ത് രസമാണ്.
ഫ്ലോട്ടിംഗ് ഫ്രിഡ്ജിലാണ്. ഒന്നും തിരികളല്ലോ, ഇത് തണുത്ത കഴിക്കണം. ഞാനിവിടെ നിന്ന് ആൾക്കാർ എന്തോ കള്ള് കുടിച്ചിട്ടുണ്ടാകും, പക്ഷെ ഇത് ഫ്ലോട്ടിങ് ആയതുകൊണ്ട് അങ്ങോട്ട് ആകാം.